UGC നെറ്റ് പേപ്പർ 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഇന്നത്തെ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1ൻ്റെ ഡിസ്കഷനാണ്. അതിൽ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നില്ല, വളരെ കുറച്ച് ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ഒരു ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാ വർഷവും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ചോദ്യമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ചോദ്യങ്ങൾ. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ചില സമയത്ത് ചില ചോദ്യങ്ങൾ നമ്പറിലൊക്കെ ചിലപ്പോൾ വലിയ നമ്പറുകൾ, അതുപോലെ തന്നെ പോയിൻ്റ് വരിക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ പാറ്റേൺ എല്ലാം സെയിം ആയിരിക്കും. ഏകദേശം സെയിം പാറ്റേണിലാണ് ചോദ്യങ്ങളൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ സമയം അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള സെഷനൊക്കെ തുടർന്നും ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നെക്സ്റ്റ് വീക്കിൽ ഓരോ സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ സെഷനും ഓരോ വീക്കിലുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതാണ് നമ്മളെ മുന്നിലുണ്ടായിട്ടുള്ള ചോദ്യം. ഈ ടേബിൾ ശ്രദ്ധിക്കുക, എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അല്ലേ, ടേബിളിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ദ ടേബിൾ ഷോസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ഓഫ് ഡിമാൻഡ് ആൻഡ് ഇൻടേക്ക്. ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആൻഡ് ഇൻടേക്ക്, അതായത് അവൈലബിൾ സീറ്റ്സ് ഇൻ 5 കോളേജസ് A, B, C, D, E. അങ്ങനെ A, B, C, D, E എന്നുള്ള 5 കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി റിസീവ് ചെയ്തിട്ടുള്ള ഡിമാൻഡ് സീറ്റുകളുടെ ആപ്ലിക്കേഷനും അവിടെയുള്ള അവൈലബിൾ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിലാണ് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എഴുതാനുള്ളത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. ഇവിടെ നമ്മൾ ടേബിൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്, കോളേജ് എയിൽ 3000 ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്, 1500 സീറ്റേ അവൈലബിൾ ഉള്ളൂ. ബിയിൽ 600 ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, 1800 സീറ്റ് ഉണ്ട്. സിയിൽ 2500 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, 1000 സീറ്റേ ഉള്ളൂ. കോളേജ് ഡിയിൽ 1200 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, 2700 സീറ്റുകൾ അവൈലബിൾ ആണ്. കോളേജ് ഇയിൽ 3300 ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, 2200 സീറ്റുകൾ മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നതാണ് ഇതിൽ ബേസിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 നമുക്ക് നോക്കാം. ഇത് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യനാണ്, എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ ഏത് ലെവലിലാണ് വരാറുള്ളതെന്ന്. ഇത് ഒരു ആവറേജ് ലെവലാണ്. ഇതിനേക്കാളും ലോ ലെവലും ചോദിക്കാറുണ്ട്, ഇതിനേക്കാളും കുറച്ച് ഹൈ ലെവലും ചോദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ് കേട്ടോ, 2025 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം നോക്കല്ലേ. എന്താണ് ചോദ്യം? ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ ഈസ് ദ ആവറേജ് ഡിമാൻഡ് ഓഫ് ആൾ 5 കോളേജസ് ടേക്കിംഗ് ടുഗദർ ദാൻ ദ ആവറേജ് അവൈലബിൾ സീറ്റ് ഓഫ് ആൾ 5 കോളേജസ്. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? എത്ര അവൈലബിൾ, അതായത് ഡിമാൻഡിനേക്കാൾ അവൈലബിൾ സീറ്റിൻ്റെ പേഴ്സൻറ്റേജ് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ടൈപ്പ് എഴുതാം. പെർസെൻറ്റേജ് മോർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ആവറേജ് ഡിമാൻഡ് മൈനസ് ആവറേജ് ഇൻടേക്ക് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻടേക്ക്.
ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഈ ചോദ്യമായിട്ടുള്ള ഹൗ മച്ച് പെർസെൻറ്റേജ് മോർ എന്ന് കാണാൻ കഴിയും. അതായത് ആവറേജ് ഡിമാൻഡ് ഓഫ് ആൾ 5 കോളേജസ് സ്റ്റേറ്റിംഗ് ടുഗദർ ദാൻ ദ ആവറേജ് അവൈലബിൾ സീറ്റ്സ് ഓഫ് ആൾ 5 കോളേജസ്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇതിനി എന്താണെങ്കിലും ആവറേജ് ആണെങ്കിൽ ആവറേജ് എന്താണ് വാല്യൂ വെച്ചാൽ അതിനനുസരിച്ചാണ് ഇങ്ങനെ ഡിഫറൻസ് വരിക. ഈ ദാൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, ദാൻ എന്ന് പറഞ്ഞിട്ട് വരുന്ന വാല്യൂ ആണ് അതിൻ്റെ താഴെ വരിക, മനസ്സിലാക്കിയാൽ മതി. അതായത് ഇവിടെ പെർസെൻറ്റേജ് ഡിമാൻഡും പെർസെൻറ്റേജ് സീറ്റ് അവൈലബിൾ, അതായത് ഇൻടേക്കും ആണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഇൻടേക്ക് ഇതിൽ ഏതാണ് താഴെ വരിക എന്ന് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അതായത് ദാൻ എന്ന് പറഞ്ഞിട്ട് എന്താണോ വാല്യൂ പറയണത് അതായിരിക്കും ഇതിൻ്റെ താഴെ വരിക, ബാക്കിയുള്ളത് മുകളിൽ വരും. ആവറേജ് അതിൻ്റെ രണ്ടും മൈനസ് ചെയ്തിട്ട് മുകളിൽ എഴുതാം, താഴെ ഇത് വാല്യൂ എഴുതുക. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കാണണം, ടോട്ടൽ ഡിമാൻഡ് കണ്ടാൽ എന്ത് ചെയ്യും, ആവറേജ് ഡിമാൻഡ് കാണാൻ പറ്റും. അതായത് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇത് ടോട്ടൽ ചെയ്യുന്നതാണ് എന്ത് ടോട്ടൽ ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇത് ടോട്ടൽ ഡിമാൻഡ്, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഡിമാൻഡ് കിട്ടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ഇൻടേക്ക്, ടോട്ടൽ ഇൻടേക്ക് എത്രയാണ്? ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞത്, 1500, 1800, 1000, 2700, 2200. ഇതാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഇൻടേക്കുകൾ വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടോട്ടൽ ഇൻടേക്ക് എഴുതാം. 1500 പ്ലസ് 1800 പ്ലസ് 1000 പ്ലസ് 2700 പ്ലസ് 2200. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക? 1500 പ്ലസ് 1800 പ്ലസ് 1000 പ്ലസ് 2700 പ്ലസ് 2200. ഇതിൻ്റെ ടോട്ടൽ ആരാ പറയാം? ഓക്കെ, ഞാൻ തന്നെ പറയാം. 9200 നമുക്കതിൻ്റെ ടോട്ടൽ കിട്ടാം. ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് കിട്ടണം, ആവറേജ് കിട്ടണം അല്ലേ. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ 5 ആണ്. ABCDE 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണല്ലോ ഉള്ളത്. അപ്പോൾ 9200 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്രയാണ് കിട്ടുക? ടോട്ടൽ ജസ്റ്റ് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്, 1840. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ല, സ്വന്തമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സാമിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 2 വാല്യൂ കിട്ടിയില്ലേ. ഇക്വേഷൻ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നു. ഈ ഇക്വേഷൻ്റെ ബേസിൽ നമുക്കതിൻ്റെ 2 വാല്യൂസ് കിട്ടി. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂവിന് ആഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് എത്രയാണ് കിട്ടിയത്? ആവറേജ് ഡിമാൻഡ് 2120 1840 കിട്ടിയല്ലേ. അപ്പോൾ നമുക്കതിനെ ഇക്വേഷനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതുക? 2120 മൈനസ് 1840 ഡിവൈഡഡ് ബൈ 1840 ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷന് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യ. അപ്പോൾ ഇത് 1220 മൈനസ് 1840 എന്ന് പറഞ്ഞാൽ 280 കിട്ടും, ഡിവൈഡഡ് ബൈ 1840 ഇൻറ്റു 100 കിട്ടും. 0 നമുക്ക് വേണമെങ്കിൽ വെട്ടാം. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 184 ഇൻറ്റു 100 കിട്ടും.
അപ്പോൾ നമുക്ക് വീണ്ടും അതിനെ ചെറുതാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് നമുക്കിത് 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7, 20, 14, 3, 4 അങ്ങനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആൻസർ ഞാൻ ജസ്റ്റ് പറയാം. 15.212 നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരിക. അത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, ഈസിയാണ്. ഇക്വേഷൻ നമുക്ക് നമ്മളുടെ താല്പര്യം അനുസരിച്ച്, നമ്മളെ സൗകര്യം അനുസരിച്ച് എന്ത് ചെയ്യാം, ചേഞ്ചുകളൊക്കെ വരുത്താം. അപ്പോൾ ആവറേജ് ഡിമാൻഡ് ഞാൻ ചോദിച്ചുകൊണ്ട് ഇക്വേഷനിൽ ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. രണ്ടാമതായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോളേജസ് ഹാവിങ് more demand than available seats to those having more available seats than demand? അപ്പോൾ ഇതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. മോർ ഡിമാൻഡുള്ള അവൈലബിൾ സീറ്റ്സിനേക്കാൾ കൂടുതൽ ഡിമാൻഡുള്ള കോളേജും ഡിമാൻഡിനേക്കാൾ കൂടുതൽ അവൈലബിൾ സീറ്റുള്ള കോളേജുകളും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ കാണാൻ വേണ്ടി, അപ്പോൾ നമ്മൾ ഈസിയാണ്, റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. റേഷ്യോ മോർ, ഇങ്ങനെ എത്രയേ ഉള്ളൂ, മോർ ഡിമാൻഡുള്ള കോളേജ് ഈസ് ടു മോർ സീറ്റുള്ള കോളേജ്. വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം, ഓരോ കോളേജും നമുക്ക് നോക്കാം. ഓക്കെ, കോളേജ് 1 അല്ല കോളേജ് എ നമുക്ക് നോക്കാം. കോളേജ് എ ഡിമാൻഡ് എത്രയാണ്? 3000 ആണ്. ഇൻടേക്ക് എത്രയാണ്? 1500 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 3000 ഡിമാൻഡ് കൂടുതലും ഇൻടേക്ക് കുറവാണ് അല്ലേ? 3000 ഗ്രേറ്റർ ദാൻ 1500. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, എത്ര മനസ്സിലാക്കാം. രണ്ടാമത്തത് കോളേജ് ബി. കോളേജ് ബിയിൽ ഡിമാൻഡ് എത്രയാണ്? ഡിമാൻഡ് 600 ആണ്. ഇൻടേക്ക് 1800 ആണ്. ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? 600 ഡിമാൻഡ് കുറവും ഇൻടേക്ക് കൂടുതലുമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 600 ലെസ് ദാൻ 1800. ഇനി നമുക്ക് അടുത്തത് കോളേജ് സി. കോളേജ് സി പരിശോധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് എത്രയാണ്? ഡിമാൻഡ് ടേബിൾ നമ്മൾ ഓൾറെഡി നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈസി പെട്ടെന്ന് ചെയ്യുകയാണ്. 2500 ഡിമാൻഡും ഇൻടേക്ക് 1000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2500 ഗ്രേറ്റർ ദാൻ 1200. അത്രയാണ് ഇതിൽ നിന്ന്. 1200 അല്ല 1000.